ഞങ്ങളുടെ പക്കൽ P-15 എന്ന 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഉണ്ട്. കൂടാതെ ലിങ്ക് 16 പോലുള്ള അമേരിക്കയുടെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിന്റെ അടുത്ത വേരിയന്റായ ലിങ്ക് 17 ഉണ്ടെന്ന ഒരു വാർത്ത പാകിസ്ഥാൻ വ്യോമസേന അടുത്തിടെ പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഈ അഭിപ്രായം അനുസരിച്ച് ഇന്ത്യ എത്ര തന്നെ കോടികൾ ചിലവാക്കി റഫേൽ പോലുള്ള അതിനവീന യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ പോലും ഈ യുദ്ധവിമാനങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയുടെ മറ്റ് എക്കോസിസ്റ്റംസ് നെറ്റ്വർക്ക് സെൻട്രിക് അല്ല. കൂടാതെ ഇന്ത്യൻ വ്യോമസേന ഒരിക്കലും പാകിസ്ഥാൻ വ്യോമസേന പോലെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിൽ ഉൾപ്പെട്ടിട്ടേയില്ല. ഇത് കാരണം പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കൽ എത്ര തന്നെ കുറഞ്ഞ യുദ്ധവിമാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ തീർച്ചയായും വിജയിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പക്ഷത്തുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ ട്വിറ്ററിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളും ട്വീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന രീതിയിൽ ഇന്ത്യ ഇന്നൊരു കാര്യം വളരെ നിശബ്ദമായി തന്നെ ചെയ്തു. അത് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിലേക്ക് തന്നെ വരാം. ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്നത് പലതരത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് ലളിതമായി പറയണമെങ്കിൽ ഒരു യുദ്ധവിമാനം ആ യുദ്ധവിമാനത്തിലെ റഡാർ വഴി ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധവിമാനം ആ വിമാനത്തിന്റെ ചിറകിൽ നിന്ന് മിസൈൽ അയക്കില്ല. പകരം ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് മറ്റൊരു യുദ്ധവിമാനത്തിലേക്ക് അയക്കും. ആ യുദ്ധവിമാനം ചെയ്യുന്നത് അതൊരു പക്ഷേ ടാർഗറ്റിന് അടുത്താണ് ഉള്ളതെങ്കിൽ ആ വിമാനം ഒരു മിസൈൽ വിക്ഷേപിക്കും. അപ്പോൾ ഈ രണ്ടാമതുള്ള യുദ്ധവിമാനം അയക്കുന്ന മിസൈലിന് ടാർഗറ്റ് ആര് നൽകും എന്ന് ചോദിച്ചാൽ ആദ്യം പറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനമായിരിക്കും. ഇങ്ങനെ ഒരു യുദ്ധവിമാനത്തിൽ നിന്നും മറ്റൊരു വിമാനത്തിലേക്ക് കമ്മ്യൂണിക്കേഷനും ഡാറ്റ ട്രാൻസ്ഫറും നടക്കുന്നുണ്ടല്ലോ. ഇതിനെയാണ് ഇന്റർലിങ്ക് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വാർഫെയർ എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിലയബിൾ ആയ സോഴ്സ് നമുക്ക് ആവശ്യമാണ്. ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആ റിലയബിൾ ആയ സോഴ്സ് ആണ് ലിങ്ക് 16 പോലുള്ള ഒരു സാങ്കേതിക വിദ്യ. ഈ ലിങ്ക് 16 എന്നത് അമേരിക്കയുടെ പക്കൽ നിന്നും ആയുധം വാങ്ങുന്ന എല്ലാ സൈനികരും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിന് നാറ്റോ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ലിങ്ക് 16 പഴയതായി പകരം ഒരു അപ്ഗ്രേഡഡ് വേർഷൻസ് വന്നു. ഇപ്പോൾ അതിനെ അപ്ഗ്രേഡ് വേർഷൻ ആക്കിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പക്കൽ ലിങ്ക് 17 ഉണ്ടെന്ന്. ഞങ്ങളുടെ വാർഷിപ്പ്, എയർഫോഴ്സിലുള്ള ഫൈറ്റർ ജെറ്റ്സ് ഇവയെല്ലാം ഒന്നോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ കഴിവോടുകൂടി യുദ്ധകളത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മുൻപ് നടന്ന ബാലക്കോട്ട് സ്ട്രൈക്ക് 2019 മുൻപ് വരെയും ഇന്ത്യയുടെ പക്കൽ ഇങ്ങനെ യാതൊരുവിധ സംവിധാനവും ഉണ്ടായിരുന്നില്ല. ലിങ്ക് 16 ഇല്ല. ഒരു യുദ്ധവിമാനം വ്യോമ പ്രതിരോധ സംവിധാനമായി അല്ലെങ്കിൽ മറ്റ് വിമാനങ്ങളുമായി ഡാറ്റ ഏതൊരു രീതിയിലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്തിന്? പാകിസ്ഥാൻ ചെയ്ത ജാമ്യം കാരണമാണ് നമ്മുടെ സ്വന്തം ഹെലികോപ്റ്ററിനെ നമ്മൾ തന്നെ വെടിവെച്ച് വീഴ്ത്തേണ്ട ഒരു സാഹചര്യം വന്നത് ആ സമയത്ത് പോലും. എന്നാൽ അതിൽ നിന്നും ഒരു 6 വർഷം കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഒരു നിലവാരം എങ്ങനെയാണെന്ന് നോക്കിയാൽ അടുത്തിടെ ഭാരത് ശക്തി എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ വ്യോമസേനയിലെ അധികാരി ഒരാൾ ആസ്ട്ര മാർക്ക് 1 മിസൈലിന്റെ ശേഷിയെക്കുറിച്ച് വിശദീകരിച്ചു. അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ആസ്ട്ര 1 മിസൈൽ പരീക്ഷണ വേളയിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ ഫയർ ചെയ്ത മിസൈലിന്റെ ടാർഗറ്റിംഗ് ഡീറ്റെയിൽസ് മറ്റൊരു യുദ്ധവിമാനത്തിൽ നിന്നാണ് ലഭിച്ചത് എന്ന്. അപ്പോൾ ഏത് യുദ്ധവിമാനമാണോ ടാർഗറ്റ് ട്രാക്ക് ചെയ്യുന്നത് അത് മിസൈൽ വിക്ഷേപിക്കില്ല. മറ്റൊരു വിമാനത്തിന് ഡീറ്റെയിൽസ് നൽകി ആ വിമാനമാണ് മിസൈൽ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ആസ്ട്ര മാർക്ക് 1 നമ്മൾ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ടുള്ളൊരു പ്രൂഫ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തിന് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന രീതിയിൽ തെളിവ് ലഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ഇന്ത്യയുടെ പക്കൽ ഇല്ല എന്നവർ പറഞ്ഞു. പക്ഷെ തീർച്ചയായും ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ നാവൽ അസറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിനുള്ളിലേക്ക് കൊണ്ടുവന്നു. 2019 ഇതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രായോഗികമായി തന്നെ അറിഞ്ഞതാണ്. ഇപ്പൊ അടുത്ത കാര്യത്തിലേക്ക് വരാം. പാകിസ്ഥാന്റെ PL-15E ഇതിന്റെ കഥ. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. എങ്കിലും ഇന്ത്യ യാതൊരു ശബ്ദവുമില്ലാതെ ഒരു കാര്യം ചെയ്തു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ PL-15 കുറിച്ച് വീണ്ടും അറിഞ്ഞേ മതിയാകും. പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള മോസ്റ്റ് ക്യാപ്പബിൾ PVR ഏതെന്ന് നോക്കിയാൽ അത് PL-15E എന്ന എയർ ടു എയർ മിസൈൽ ആണ്. PL-15Eയുടെ റേഞ്ച് 145 മുതൽ 175 വരെയുമുണ്ട്. ഈ ഒരു പ്രത്യേക വേരിയന്റ് പാകിസ്ഥാനിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. എന്നാൽ പാകിസ്ഥാൻ അൺവെരിഫൈഡ് ആയി പറയുന്നത് എക്സ്പോർട്ട് വേരിയന്റ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ചൈനീസ് ഇൻവെന്ററിയിൽ നിന്നും, അതായത് ചൈനക്കാർ അവർക്ക് വേണ്ടി സൃഷ്ടിച്ച PL-15 ആ ബാച്ചിൽ നിന്നാണ് ഞങ്ങൾ മിസൈലുകൾ വാങ്ങിയത്. ഞങ്ങളുടെ പക്കലുള്ള ഈ ഒരു PL-15E അല്ല, ചൈന ഉപയോഗിക്കുന്ന ആക്ച്വൽ വേരിയന്റ് ആണ്. 200 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്. ഇങ്ങനെയാണ് പാകിസ്ഥാൻ നടത്തുന്ന ഒരു ക്ലെയിം. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നത് ഇത് ആദ്യമായൊന്നുമല്ല.
ഇതിനു മുൻപ് തന്നെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ കള്ളങ്ങളെല്ലാം ഇന്ത്യ തെളിവോടുകൂടി പിടികൂടിയിട്ടുമുണ്ട്. J-10Cയുടെ ഒരു എക്സ്പോർട്ട് വേരിയന്റ് ഉണ്ട്, J-10CE. ഈ വേരിയന്റ് ആണ് ചൈനക്കാർ ആര് യുദ്ധവിമാനം വാങ്ങിയാലും അവർക്ക് നൽകുന്നത്. ഇതിൽ ചില ടെക്നോളജീസ് അവർ ആഡ് ചെയ്യാതെ നൽകും. അതാണ് എക്സ്പോർട്ട് വേരിയന്റിന്റെ ഉദ്ദേശം തന്നെ. കാരണം എല്ലാ രാജ്യങ്ങളും അവരുടെ ജീവൻ നൽകി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി മറ്റൊരു രാജ്യത്തിന് അത്ര പെട്ടെന്ന് തൂക്കി കൊടുക്കില്ല. റഷ്യൻസും അങ്ങനെയാണ്, അമേരിക്കയും അങ്ങനെയാണ്, ചൈനയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചൈനയുടെ പക്കൽ നിന്നും പോയ ഒരു ടെക്നോളജിയാണ് പാകിസ്ഥാനിലേക്ക് പോയത്. എന്നാൽ അങ്ങനെ പോയ J-10CE വേരിയന്റ് പെട്ടെന്ന് J-10CE ആകുന്നു. കാരണം പാകിസ്ഥാൻ പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ J-10CE അല്ല, ഞങ്ങളുടെ പക്കലുള്ളത് C ആണ്, ഇത് ചൈനീസ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന അതേ വേരിയന്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് പാകിസ്ഥാൻ ആ ഒരു വിമാനം അവരുടെ എയർബേസിൽ നിർത്തി അവരുടെ ഫ്ലാഗ് അതിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ആ ഫോട്ടോ ഡീബഗ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ സീരിയൽ നമ്പർ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിലെ സീരിയൽ നമ്പറിലൂടെ വ്യക്തമാകുന്നത് അതൊരു എക്സ്പോർട്ട് വേരിയന്റ് എന്നാണ്, J-10CE എന്ന്. അപ്പോൾ ഇതിനകം തന്നെ കള്ളം പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ പക്കൽ PL-15E അല്ല ഉള്ളത്, PL-15 ആണ് ഉള്ളതെന്ന്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇവർ സത്യം പറയുന്നുവെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? ഇവർ സത്യമാണ് പറയുന്നു എന്നുള്ളതിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? കൂടാതെ അടുത്ത PL-15E കുറിച്ച്, അടുത്ത ഈ PL-15E നമ്മൾ കൗണ്ടർ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാം. PL-15 സംബന്ധിച്ച് ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് നമ്മുടെ പക്കൽ മീറ്റിയോർ ഉണ്ട്. മീറ്റിയോറിന്റെ റേഞ്ച് 200 കിലോമീറ്റർ ആണ്. റഫേൽ യുദ്ധവിമാനത്തിൽ നമ്മൾ ഇതിനെ ഘടിപ്പിച്ചിട്ടുണ്ട്. റഫേലിനെ സ്നൈപ്പർ റൈഫിൾസ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിനും അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട മിസൈൽ നമ്മുടെ പക്കലുണ്ട്, അതാണ് ആസ്ട്ര മാർക്ക് 2. ഈ ആസ്ട്ര മാർക്ക് 2 നിർമ്മിച്ചതിന്റെ ഉദ്ദേശം തന്നെ PL-15Eയുടെ ഡോമിനൻസിനെ നശിപ്പിക്കാനാണ്. കാരണം ഇതൊരു എക്സ്പോർട്ട് വേരിയന്റ് ആണ്. 145 മുതൽ 175 വരെ റേഞ്ച് ഉണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ 160 മുതൽ 170 റേഞ്ചിൽ ഒരു മിസൈൽ നിർമ്മിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് PL-15Eയുടെ കില്ലറായി നമ്മൾ നിർമ്മിച്ചതാണ് ആസ്ട്ര മാർക്ക് 2. ഇതൊരു മീഡിയം റേഞ്ച് PVR. എക്സ്റ്റൻഡഡ് റേഞ്ച് 300 കിലോമീറ്ററിലും അധികമുണ്ട്. അതിപ്പോഴും വർക്സിലാണുള്ളത്. ഇപ്പോൾ ഈ ആസ്ട്ര മാർക്ക് 2വിനെ അവസാന വർഷത്തിൽ തന്നെ സുഖോയ് Su-30 MKSൽ വച്ച് ടെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിൽ നമുക്ക് തൃപ്തികരമായ ഒരു ഫലവും ലഭിച്ചു. പല ഘട്ട പരീക്ഷണം നടന്നു. ഒരു തവണ നമ്മൾ ചെയ്തത് ഈ ഒരു മിസൈലിലുള്ള ASA റേഡാർ ഉപയോഗിക്കാതെ പോലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തവണ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു ആസ്ട്ര 2 എന്ന ഈ ഒരു സീരീസ് ഇതുവരെയും ഇന്ത്യൻ വ്യോമസേന ഇൻഡക്ട് ചെയ്തതായി യാതൊരു ന്യൂസും കാണാൻ കഴിയില്ല. എന്നാൽ അടുത്തിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പബ്ലിക് റെക്കോർഡ്സ് അനുസരിച്ച് നോക്കിയാൽ ഈ ആസ്ട്ര മാർക്ക് 2 ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലിമിറ്റഡ് സീരീസ് എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ ഒരു ചെറിയ ബാച്ച് മാത്രം IF വാങ്ങി ഉപയോഗിക്കും. ഇപ്പോൾ ലിമിറ്റഡ് സീരീസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് പോയതുകൊണ്ട് തന്നെ നിലവിൽ ആസ്ട്ര മാർക്ക് 2 സുഖോയ് Su-30 യുദ്ധവിമാനങ്ങളിൽ ഇൻഡക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ റഷ്യൻ മിസൈലുകളുണ്ട്, ഇസ്രായേൽ മിസൈലുകളുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിന്റെ മീറ്റിയോർ പോലുള്ള മാസ്റ്റർ പീസ് മിസൈൽസും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച നെറ്റ്വർക്ക് സെൻട്രി വാർഫെയറിലേക്ക് കൊണ്ടുവന്ന ആസ്ട്ര മാർക്ക് 1 180 കിലോമീറ്റർ റേഞ്ച്, 180 കിലോമീറ്റർ റേഞ്ച്. ആസ്ട്ര മാർക്ക് 2 160 മുതൽ 170 കിലോമീറ്റർ റേഞ്ച്. അപ്പോൾ എയർ ടു എയർ ക്യാപ്പബിലിറ്റി എന്ന ഒന്ന് 2019 മുൻപ് വരെയും ഇന്ത്യയുടെ പക്കൽ വലിയ രീതിയിൽ ഇല്ലായിരുന്നു. അതൊരു വലിയ പോരായ്മയായിരുന്നു. കാരണം പാകിസ്ഥാന് ആ സമയത്ത് തന്നെ നമ്മിൽ നിന്നും സുപ്പീരിയറായ PVR മിസൈൽസ് ഉണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് റേഞ്ചും ആക്യുറസിയും. എന്നാൽ അതിനുശേഷം റാപ്പിഡായി തന്നെ ആധുനികവൽക്കരണം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇൻഡിജിനസ് ആയി നമ്മുടെ പക്കൽ പവർഫുള്ളായ PVR മിസൈൽസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള PVR മിസൈലുകളും ഏതൊരു രീതിയിലും പാകിസ്ഥാൻ മിസൈലുകൾക്ക് കുറഞ്ഞതേയല്ല, വളരെ പവർഫുൾ തന്നെയാണ്. ഇവയ്ക്കെല്ലാം അപ്പുറം ആസ്ട്ര മാർക്ക് 3 എന്ന മിസൈലുമുണ്ട്. ഈ ആസ്ട്ര മാർക്ക് 3യുടെ SFDR സോളിഡ് ഫ്യൂൽ ടെക്ടർ റാംജെറ്റ് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എഞ്ചിൻ ടൈപ്പ് ആണ്. ഈ പ്രത്യേക എഞ്ചിൻ ഈ മിസൈലിനെ കൂടുതൽ ദൂരത്തിലേക്ക് പ്രൊപ്പൽ ചെയ്ത് കൊണ്ടുപോകും. പൊതുവെ എയർ ടു എയർ മിസൈലുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ശത്രു അതിന്റെ എനർജി അവസാനിക്കുന്നതാണ്. ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ മാർക്ക് 2 വേഗതയിൽ പോകുമ്പോൾ ഈ മിസൈൽ സ്വന്തം ഡയറക്ഷനിലേക്ക് വരാതെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ യുദ്ധവിമാനം വളരെ സ്പീഡിൽ ചെന്ന് ഫുൾ സ്പീഡിൽ ചെന്ന് ആ മിസൈൽ വിമാനത്തെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ മിസൈലിന്റെ റേഞ്ച് വിട്ട് ആ വിമാനം പുറത്തേക്ക് പോകും. എന്നാൽ അതേ കാര്യം സോളിഡ് ഫ്യൂൽ ടെക്ടർ റാംജെറ്റ് ആണെങ്കിൽ വളരെ നിസ്സാരമായി തന്നെ ആ റേഞ്ച് 300 കിലോമീറ്റർ 400 കിലോമീറ്ററോളം നമുക്ക് കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും എയർ ടു എയറിൽ തന്നെ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ PVRൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാകും. സൗത്ത് ഏഷ്യയിൽ ഇന്നത്തെ കാലത്ത് മോസ്റ്റ് പവർഫുൾ PVR പ്രൊഡ്യൂസർ ആരെന്ന് നോക്കിയാൽ അത് ചൈനയാണ്.
എന്നാൽ ഈ PVR ക്യാപ്പബിലിറ്റിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചൈനയെ പിന്നിലേക്ക് തള്ളാൻ സാധിക്കും. 2019 പാകിസ്ഥാൻ പോലുള്ള ഒരു തേർഡ് റേറ്റഡ് കൺട്രിയോട് പോലും PVRൽ കോമ്പറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉള്ളത് വേൾഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് PVRs മാനുഫാക്ചർ കം ഇൻഡക്ടർ ആണ്. എയർഫോഴ്സിലും നമ്മൾ ആ ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.